നിങ്ങളറിഞ്ഞു നാട്ടാരേ, ഇവിടെ വലിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി കേരളത്തിൽ. ഭയങ്കര മാറ്റം. അയാൾ എന്ത് ചെയ്തെന്നുള്ളതല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇത് കണ്ടോ, പഞ്ചായത്ത് കൂടുന്നു. അവിടെ ഒരു പാവപ്പെട്ട വീടില്ലെന്നോ എന്തോ പറഞ്ഞിട്ട് വന്നതാ. അവിടെ പോയി പരാതി കൊടുക്കണം, അപേക്ഷ. അപ്പോൾ അത് ഏതോ അമ്പലത്തിൻ്റെ ആൽത്തറയിലൊക്കെ ഇരുന്ന ഈ പരിപാടി അവതരിപ്പിച്ചത്. ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടാ അറിയാം അയാളെ ഇങ്ങനെ പോടാ അങ്ങനെയൊന്നല്ല, വേറെ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവാക്കി. ഇത് ഈ വന്ന കാലത്തേ ഇതൊക്കെ എവിടെ നിന്നാ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ എന്തോ ആയിരിക്കും. എനിക്ക് ഇയാളെ കാണിച്ച് ഇയാൾ പറഞ്ഞു വിട്ടൊന്നൊരു പ്രശ്നമല്ല, പക്ഷെ ഇത് അവതരിപ്പിക്കാൻ വരുന്ന സ്ഥലം എന്താ കണ്ടോ? അമ്പലത്തിന്റെ അപ്പുറത്ത് ഏതോ ആൽത്തറയിലിരുന്ന് ദേവ്ജി ഉണ്ട്, സുരേഷ്ജിയും കൂടെ ഇറങ്ങിയേക്കുക. ഇത്രയും നാണം കെട്ടൊരു പരിപാടി സുരേഷ്ജിയെ കൊണ്ട് മൂഞ്ചി. തൃശ്ശൂർക്കാരല്ല കിട്ടി മൊത്തത്തില്. എന്ത് കിട്ടാനാണ് ഇതൊക്കെ? ആരാ ഇത്ര മെച്ചം? അതിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അല്ല, ആരും മെച്ചമെന്നല്ല പറയുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി വേറെ ആരും ഒരു രാഷ്ട്രീയക്കാരും ഇതുപോലത്തെ വൃത്തികേട് കാണിച്ചിട്ടില്ല. അത്രയും മോശമായിട്ടല്ലേ ഇയാള് മനുഷ്യരോട് പെരുമാറുന്നത്. ഇതിപ്പോ എത്രാമത്തെയാ? ഇതെന്താണിത്? അതല്ലേ ജാതി എന്നുള്ള സാധനം കൃത്യമായിട്ട് അങ്ങ് ആ സാധനം എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതാ കാണിക്കുന്നത്. എങ്ങോട്ട് പോവാണോ എന്തോ. ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടാണ്, 2 ആഴ്ച തന്നാ ഇയാളിങ്ങനെ എന്തോ കഴിച്ചിട്ട് നടന്നു പോവാ. ഒരു വഴിമാറ് എന്ന് പറഞ്ഞു. ആരാ ഇയാള്? എങ്ങോട്ട് വഴിമാറാൻ? ഇതാണ് എന്ത് ബോധമാണ് ഇയാളുടെ? അയാൾക്ക് എന്തോ വേറെ എന്ത് മനുഷ്യനാണ് ഇത്? എടോ വേറെ കാര്യമുണ്ട്, കുറെ പേരെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് കാര്യമില്ല എന്നാലും ഞാൻ പറയുക. അതിന്റെ ഇടയിൽ ഇതും പണ്ട് മറ്റേ ദാവൂദ് ഇബ്രാഹിമും ഹാജി മസ്താനും ഒക്കെ സഹായിച്ചവരുണ്ട്. കരിംലാലൊക്കെ ഭയങ്കര സഹായിയായിരുന്നു, ചാരിറ്റി ഒക്കെ ചെയ്യും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷെ അതല്ലെന്ന് ഈ പരിപാടി ഉണ്ട്, എന്തോടെ ഒരു പേപ്പറുമായിട്ടാ വന്നേക്കുക. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വിളിച്ചാൽ പോകുന്നവർ തന്നെ ഇതുപോലുള്ള പാവപ്പെട്ടവരൊക്കെ കാണത്തുള്ളൂ. ഇതൊക്കെ എന്താ ഇതിന്റെ ഒരു MP ഇതുപോലൊരു അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോ? അത് വന്നൊരു ഹിന്ദു ആണേ, ഹിന്ദു ആണാണ് അയാളുടെ പേര്. അയാൾ മറ്റേ ന്യൂസിലൊക്കെ കാണിച്ചായിരുന്നു അയാളെ. എന്ത് ഹിന്ദു ക്രിസ്ത്യൻ ആര് വേണേ കിട്ടും. അല്ല, ഇയാളുടെ രാഷ്ട്രീയം വെച്ചിട്ടാണ് ഞാൻ ഈ പറയണത്. ഇയാളുടെ പൊളിറ്റിക്സ് വെച്ചിട്ട് ഇയാള് ഹിന്ദുക്കളെ ഉദ്ധരിക്കാൻ വന്ന ആളാണല്ലോ, അല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണല്ലോ ഇവര് പറയുന്നത്. അപ്പൊ പിന്നെ എന്റെ പ്രശ്നം അതല്ല. തന്റെ പ്രശ്നം അതല്ലേ? തന്റെ പ്രശ്നം എന്താ? ഇയാളിന് നാളെ വല്ല പറമ്പിൽ വരുന്ന തൂറുമോ എന്നാണ് എന്റെ സംശയം. കാരണം പുറകോട്ട് പോയി ഇനിയിപ്പോ എവിടെ ഇരുന്ന് തൂറുമെന്ന് പറയാൻ പറ്റത്തില്ല. തുണിയില്ലാതെ കണക്കുമായിരിക്കും. തുണിയില്ലാതെ നടക്കത്തില്ല. കോണകവും മറ്റേ ഇതും മെതിയടിയും. കോണമല്ല, ഒരു ഒറ്റമുണ്ട്. കോണമൊക്കെ ആര് കണ്ടു? എന്താണേലും ഭയങ്കരമായി. എനിക്ക് വേറൊരു കാര്യം ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത് ഇതിനകത്ത് പറയാൻ പറ്റുന്നതാണോന്ന് എനിക്ക് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ സാധനം കാട്ടി പറഞ്ഞാലേ. അതായത് ഇയാള് ഈ സുരേഷ് ഗോപി പറയുന്നുണ്ട് ബ്രാഹ്മണനാണോ അടുത്ത ജന്മത്തില്? അത് വേണ്ടല്ലേ. ഈ ജന്മത്തിൽ ബ്രാഹ്മണനാണെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ അത് എങ്ങനെ തെളിയിക്കുന്നല്ല, ആ പറഞ്ഞ പോലെ ശരിയാ അല്ലേ? DNA ടെസ്റ്റ് ചെയ്യാം. അടുത്ത ജന്മം ആയിരിക്കത്തില്ല, ഈ ജന്മം തന്നെ ബ്രാഹ്മണനാകാനാണ് സാധ്യതയുള്ളത്. എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ടല്ലേ. അങ്ങനെ ഒരു ഇത് പിടിക്കണത് അടുത്ത ജന്മത്തിലാവണോ? ഈ ജന്മത്തിൽ തന്നെ ആണല്ലോ. ആണ്. DNA ടെസ്റ്റ് ചെയ്താലേ അറിയത്തുള്ളൂ. അപ്പൊ അവിടെ DNA ടെസ്റ്റില് B എന്ന് കാണിക്കും. ബ്രാഹ്മൺ. എന്തിനാണ്? കുംഭ് മേള. എടോ അന്ന് ആ ഒരു ന്യൂസ് റിപ്പോർട്ടർ ഒരു പെണ്ണിന്റെ തോളത്ത് കൈതൊട്ടപ്പോ പറഞ്ഞില്ലേ, ആളാവാൻ വരരുത്. ഞാൻ ആളാവും, നിങ്ങൾ ആരും ആളാവരുത്. ഇനി ഏതായാലും മറ്റവന്മാര് മക്കള് കാണിച്ചത് അവനെന്തോ കാണിച്ചത് അവന്റെ അതിലും വലിയ കോമഡി. ഇവനെ മറ്റേ സാധനം ഉണ്ടല്ലോ, എന്തിനാണോ കൊന്നിട്ട് ആ സാധനം, അത് ഇവരങ്ങ് പെർഫോം ചെയ്യാം. ഇവന്റെ കൂട്ടുകാരോട് അങ്ങ് ട്രോൾ ചെയ്യാൻ. അതിനെ ഞങ്ങൾക്ക് ഇതൊരു വലിയ കാര്യമൊന്നും അല്ല, ഞങ്ങളെല്ലാവരുടെ ആ പാട്ടൊക്കെ പാടി
അതെങ്ങനെയാണോ ഇത് കാണുന്നുണ്ടോ തന്റെ ഇപ്പൊ? അത് ഇതിങ്ങനെ വന്നേ വെറുതെ. ഞാനും അതിലത്തെ എവിടെയോ ഫോർവേഡ് ചെയ്തിട്ടതാ, പക്ഷെ കാണുന്നില്ല. അപ്പൊ എന്തിനാടാ കൊന്നിട്ട് എന്ന് പറഞ്ഞൊരു പാട്ടല്ലേ, ഒരു മ്യൂസിക് പോലെ അവന്മാര് തന്നെ എന്നിട്ട് പാടി കാണിക്കുക. ഇതൊന്നും ഒരു സീനല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യുവാണ് എന്നുള്ള പോലെ ഒരു പരിപാടി അവതരിപ്പിച്ചു. പക്ഷെ അതും ശരിയായിട്ടില്ല. അത് ആ വീഡിയോ ഇനി നിങ്ങൾ ആരെങ്കിലും കാണണമെങ്കിൽ കണ്ടു നോക്കിയോ, അതും മോശമാ. അത് പെർഫോം ചെയ്തിട്ട് അതും വീക്കാണ്, അതും ശരിയായില്ല. ആദ്യം ചെയ്തത് ശരിയാവാഞ്ഞിട്ടാണല്ലോ ഊക്കിയത്. അപ്പൊ ഊക്ക് കിട്ടിയത് ഇവന്മാര് അതിനെ അങ്ങ് മറുപടി എന്നുള്ള രീതിയിൽ ചെയ്തത്, അതും മെനയായില്ല. എന്താണ് സജ്ജി, നടക്കൂല മോനെ, നിന്നെ കൊണ്ട് പറ്റൂല, നീ പോ, അവനെ വിട്ടേക്ക്. ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ഏതെങ്കിലും പോവോ അതോ ഇനിയും കറങ്ങി നിൽക്കൂ? അവൻ പോണായിരിക്കും, എങ്ങടെങ്കിലും പൊയ്ക്കോ. വേറെ ഒരു പണി അറിയാത്ത പോലത്തെ ഒരു അവസ്ഥ. കഷ്ടമാണ് അവസ്ഥ. അല്ല വേണ്ട, ഒന്നും ചെയ്യണ്ട, പൈസ ഒക്കെ ഉള്ളവരല്ലേ. അവിടെ എവിടെയെങ്കിലും ഇരുന്നൂടെ? എവിടെല്ലാം യാത്ര ചെയ്യാൻ പറ്റും? ഒന്ന് കറങ്ങി വരാവോ? ഇവനൊന്ന് ലോകം കറക്കി വിട്. അല്ലെ പുറത്ത് ഏതെങ്കിലും രാജ്യത്തുകൊണ്ട് ആക്ടിങ് പഠിപ്പിക്കും, ഇത്രയും പൈസ ഉണ്ടല്ലോ. എവിടെ എടുക്കും ഇതിനെയൊക്കെ? നീ വിട്ടിട്ട് പറഞ്ഞു വിട്ടാണോ തിരിച്ച്? നീ ഇത് പഠിച്ചു കഴിഞ്ഞ് വന്നാണോ? ആർക്കറിയാം. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് വിടുവിടൂ, കാശ് കൊടുത്ത. ഇവനെ അങ്ങ് പഠിപ്പിച്ച ഇവൻ സൂപ്പറാന്ന് പറഞ്ഞാണോ അവര്? ഇവിടുത്തെ സെറ്റപ്പ് വെച്ച് ഒക്കാത്തതാണ്. ഇവിടുത്തെ ഒരു ഓഡിയൻസിന് അഭിനയം മനസ്സിലായിണ്ടാവൂല. ചിലപ്പോ ഭയങ്കര അഭിനയായിരിക്കും നടക്കണത്, നമുക്ക് മനസ്സിലാവാത്താണോന്ന് ആർക്കറിയാം. എന്തിനാടാ കൊന്നിട്ട്? ഞാൻ പറഞ്ഞില്ല, ഇത് AI സ്റ്റൈൽ അഭിനയമാണ്. ഇത് പുതിയ ഏറ്റവും മോഡേൺ AI വീഡിയോ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവനെ മറ്റേ ഓൺലൈൻ ക്ലാസ്സിലായിരിക്കും പഠിച്ചത് ചിലപ്പോ അഭിനയം. അതൊന്നും അല്ലടോ, അഭിനയം അറിയാം. അത് AI മോഡൽ പുതിയതാ, അത് ന്യൂ ജനറേഷൻ ഏറ്റവും മോഡേൺ. അത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അതിനും AIക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. AIക്ക് മനസ്സിലാവും ഇതൊക്കെ. കണ്ടിട്ട് പറയും അത് ഇതാ എന്താ പറഞ്ഞ, ആസ്വദിച്ചു, വളരെ നല്ല അഭിനയമായിരുന്നു, ലാഗ് ഇല്ലായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് എന്ത് ഈ കാണിച്ചത് എനിക്ക് മനസ്സിലാകാത്ത. ഇയാൾ മറ്റേ ഏതാണ്ട് എന്താ പറയാ, നാട്ടാമയാ? അതല്ലടോ, മറ്റേ അന്ന് ഓർക്കുന്നുണ്ട്, വിഷുക്കണി കൊടുക്കുന്നു, കാലെ തൊടിക്കുക, വണ്ടിക്കകത്തിരുന്ന് കുറെ ആളെ വിളിച്ചെടുത്തിട്ട് ഒന്ന് കാലെ തൊടാൻ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ പോയി ഇരിക്കുക. എന്തൊരു അവസ്ഥയായത്. ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ, ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറക്കരുത്. ഇതിനൊക്കെ ഒരു അങ്ങനെയല്ലെന്ന്. ഈ രാഷ്ട്രീയത്തിന് പറഞ്ഞത്, രാഷ്ട്രീയത്തിലോട്ടൊന്നും വരേണ്ട യാതൊരു ആവശ്യവും ഇയാൾക്ക് ഈ പ്രായത്തിലൊക്കെ ഉള്ള മനുഷ്യരൊക്കെ ഒഴിവാവണം ശരിക്കും. ഇതിനൊക്കെ പിന്നെ ഇറക്കി വിട്ട് ഈ എന്തൊക്കെ ഇവര് പഠിച്ചു വന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഈ ചില സാധനങ്ങളൊക്കെ ഒന്നാമത് ഇവരുടെ തലയ്ക്കകത്തൊക്കെ ഇരിക്കണത് ഫുള്ള് മതവും ജാതിയൊക്കെയാണ്. അത് ആ പുള്ളി പറഞ്ഞു കേട്ടില്ലേ, ബ്രാഹ്മണനാണോന്ന്. എന്നാ പുള്ളി ബ്രാഹ്മണാന്ന് പുള്ളിക്ക് അറിയില്ല, അതും അറിയില്ല, അതുപോലും അറിയാൻ പാടില്ല പുള്ളിക്ക്. അപ്പം പിന്നെ എന്താ ചെയ്യുക? ഇതൊക്കെ വെച്ച് എങ്ങനെ ഇവിടെ പരിപാടി അവതരിപ്പിക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോഴും വന്നിരുന്നുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കൈ കൊടുക്കുക. ഇയാളെന്തോ ഭയങ്കര നന്മയുള്ളവനും സ്നേഹമുള്ളവനാണെന്നൊക്കെ പറയുന്നതുകൊണ്ടാണല്ലോ ആളുകൾ, ഇയാൾ ആ താല്പര്യം കൊണ്ടാണല്ലോ കൈയൊക്കെ ആയിട്ട് വരുന്നത്. ആ കൈയായിട്ട് വന്ന ആളോട് പൊക്കോളാൻ തട്ടിമാറ്റുകയൊക്കെ ചെയ്യും. എന്താടോ സത്യത്തിൽ ഇതൊരു പ്രായ കൂടുതലുണ്ടാകുന്ന പ്രശ്നമാണോ? അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഈ എങ്ങനെയാണ് ഒരു നാട് നശിക്കാതിരിക്കുന്നേ? എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ഇവർക്ക്? ഈ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സാധനം നടക്കത്തില്ല, ഇപ്പൊ കാണിച്ച പരിപാടി. അപ്പോൾ ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത, ഒരുപാട് കാലഹരണപ്പെട്ട ഒരു ചിന്താഗതിയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതൊക്കെ പറ്റത്തുള്ളൂ. ഇതായിരിക്കും മാക്സിമം പറ്റുന്നത്. ഇങ്ങനത്തെ കോമാളത്തിനെ കാണിച്ച് നടക്കുക, കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക, അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഓരോന്ന് കാണിക്കുക. ഏതൊരു കൊച്ചിനെ എടുക്കാൻ ചെന്നിട്ട് അതിനെ എന്തോ ആ കൊച്ചു തള്ളി മാറ്റിയിട്ടും അതിനെ വിടുന്നില്ലെന്ന് പറഞ്ഞാൽ അതാണ് അയാളുടെ മാനസികനില. അയാള് അങ്ങനെ ബിഹേവ് ചെയ്യുക. അത് കൊച്ചാണെങ്കിലും ശരി, മറ്റാരാണെങ്കിലും ശരി, അയാൾ ഉദ്ദേശിക്കുന്ന പോലെ പറ്റൂ എന്നുള്ളതാണ്. ഫോഴ്സ്ഫുള്ളി മറ്റേ പെങ്കൊച്ചിനോട് ആളാവാൻ വരരുതെന്ന് പറഞ്ഞ സാധനം ഇതുപോലത്തെ തന്നെ സാധനമാണ്. പറയാൻ പറ്റിയില്ല, അല്ലെ കൊച്ച് ഓടിച്ചേനെ. കൊച്ചിനെ വിടുന്നില്ല, അങ്ങ് പിടിക്കുക. ഇയാൾക്ക് വാശിയായി പെട്ടെന്ന്. ഇയാളുടെ മറ്റേ ഇത് ട്രിഗേഡായി. അതെ, കൊച്ചായിട്ട് എന്നെ എന്ത് കൊച്ച് തള്ളി മാറ്റി. അത് നാണക്കേടാവോ? വീഡിയോയിൽ നിൽക്കുന്നു, ഉടനെ കിടന്നൊരു ഒരുത്തരം പൊട്ടക്കളി. അയ്യ, അങ്ങനെയൊന്നും ചെയ്യരുത്.
അത് പുള്ളിക്ക് അറിയില്ല. അല്ല തന്നെ ഈ കൊച്ചുങ്ങളെ കാണുമ്പോൾ ഒന്നും എടുക്കാനൊന്നും പോകണ്ട. അതിന്റെ ഒരു കൊച്ചു കൊച്ചിന്റെ അതിന്റെ അമ്മയുടെ കൂടെ വളരെ സുഖമായിട്ട് ഒരു കൊച്ചിരിക്കുമ്പോ അതിനെ ചെന്ന് എടുക്കേണ്ട ആവശ്യം എന്താ? അവരുടെ കൂടെ ഉള്ള കൊച്ചു അവരോട് വന്നോട്ടെ. അവര് അല്ല ആ കൊച്ചിനെ വേണമെന്ന് പിന്നെ അതിന്റെ ആവശ്യമില്ല. കൊച്ചിനറിയില്ലോ ഇയാളാരാന്ന്. അതും അറിയത്തില്ല. കൊച്ചിനെ അറിയാമെങ്കിൽ ചിലപ്പോ കൊച്ചോടി രക്ഷപ്പെട്ടാണ്. അവിടെ വരില്ലായിരിക്കും. വരത്തില്ല. വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോലും വരത്തില്ല. കൊച്ചിന്റെ അത്രേ ഉള്ളൂ. ഇതെന്താ എന്താ അതൊക്കെ എങ്ങനെയാ? അത് 30 വയസ്സുള്ള കുട്ടികളെ കാണുമ്പോഴും എനിക്ക് സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ പറയും. ഒത്തിരി വലിച്ചെടുക്കാൻ അതൊക്കെ പഴയതല്ലേ. എന്താണേലും ഇനി അടുത്ത് എന്തോ ആയിരിക്കും. പിന്നെ കുതിരപ്പുറത്തൊക്കെ വരൂ. വാളൊക്കെ പിടിച്ച് വരുമായിരിക്കും. കുതിരപ്പുറത്തൊന്നും കയറത്തില്ല. പല്ലൊക്കെ കൊണ്ടുവരേണ്ടി വരും. പല്ലക്കിൽ വരുമായിരിക്കും. പല്ലക്ക് വരാനുള്ളത് ആ ശരിയാ. ഒന്ന് കയറി ഇരുന്ന് കറങ്ങി നാട് ചുറ്റി ഇവന്മാരൊക്കെ ചുമക്കുകയും ചെയ്യും. ഇവന്മാര് അയ്യോ പൊക്കെ എടുത്തോണ്ടാണ്. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. കാറൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇനി മുതൽ കേരളത്തിൽ അങ്ങോളം പല്ലക്ക് യാത്ര ചെയ്തേക്കാം. പല്ലക്കിൽ യാത്ര ചെയ്ത ഒരേ ഒരു MP എന്താ കണ്ടു പഠിക്കണം. ഇവിടുത്തെ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടു പഠിക്കണം. ഇത് ഇനി വല്ല വല്ലതും ആണോ ആർക്കറിയാം. എന്നാലും കൊള്ളാം കേട്ടോ. ഇനി ഇങ്ങനെ ഇവരെങ്ങനെ ഇങ്ങനെ ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരാള് പറഞ്ഞ കേട്ടില്ലേ എന്റെ ജീവിതം ഒന്ന് മോഹൻലാലോ. അത് നല്ല രസമൊക്കെ. അത് വേറെ ഇവരെല്ലാം ഒരു നമ്മളിത് വെറുതെ ഒന്നുമില്ല അതിനകത്ത്. മറ്റേതായിട്ടുണ്ടോ ഒരു മിനിറ്റ്. ഓ അത് അന്യായ സാധനമാണ്. ഇത് ഇവർക്കൊന്നും എന്താ എനിക്ക് ഇതെന്താണോ ഇവർക്ക് നേരത്തെ ചിന്തിക്കാൻ പറ്റാത്ത? അത് അങ്ങനെയേ പോകത്തുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റൂല. ഇവർക്ക് സ്ഥലം അവിടെ സെറ്റായി പോയതാടോ. ഇയാൾക്ക് വോട്ട് ചെയ്ത ആളായാൽ മതിയാന്ന്. അതായിരിക്കും മിക്കവാറും. അതുകൊണ്ടായിരിക്കും ധൈര്യമായിട്ട് വന്നത്. അതിനുള്ള ബോധവും ഇല്ല. അല്ല ചിലപ്പോ അങ്ങനെ ചിന്തിക്കണ്ടേ നമ്മൾ. ഇയാളിനി നമുക്ക് വോട്ട് ചെയ്ത ഒരാളായിരിക്കുമോ അതൊക്കെ മേടിച്ചു വെക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. ആ മനുഷ്യനോട് അതല്ല ഏത് രീതിയിൽ അത് റിജക്ട് ചെയ്തത് താൻ ആലോചിക്ക്. എന്താണ് അതിനകത്ത് അയാൾ അനലൈസ് ചെയ്തത്? ആ ഒരു റിക്വസ്റ്റില് അത് റിജക്ട് ചെയ്യാനുണ്ടായ കാര്യം എന്താന്ന് പുള്ളി പറഞ്ഞോ? അതൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. തോന്നിയ പോലെ ഒന്ന് അന്വേഷിക്കണം. അയാൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ള മനുഷ്യൻ തന്നെയാ കേട്ടോ. അയാളെ കാര്യമായ പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷെ ഇയാള് അതാണ് കേട്ടായില്ലേ. രാജാവ് പറയും, തമ്പുരാൻ പറയും അനുസരിച്ചാ മതി കേട്ടോ. അനുസരിച്ചാ മതി. അനുസരണയാണ്. അങ്ങനല്ലല്ലോ അത് റിജക്ട് ചെയ്യണം. റിജക്ട് ചെയ്യല്ല വേണ്ട. എന്ത് സാധനം എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കണം. വേണ്ടത് അയാൾക്ക് അത് മേടിച്ചാൽ മതി. എന്നിട്ട് അത് കഴിഞ്ഞ് ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അതിന് യോഗ്യതയില്ല എങ്കിൽ അത് എന്ത് വേണേലാവാം. യോഗ്യത മാത്രമല്ല, ഇനി അത് സഹായിക്കാൻ പറ്റാത്ത തരം വലിയൊരു പ്രശ്നമാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അഭ്യർത്ഥന പോലെ ആണ് പാവ മനുഷ്യൻ. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു പേപ്പറും പിടിച്ചോണ്ട് അതിനെ അവിടുന്ന് അങ്ങ് ആക്ഷേപിക്കുക, അപമാനിക്കുക. താനൊക്കെ പിന്നെ അല്ല പോട്ടെ, രാഷ്ട്രീയക്കാരനാവണ്ട, മനുഷ്യനാണെങ്കിൽ ഇതെന്താ പ്രശ്നം എന്നറിയാവോ? ഇയാള് ചില സ്ഥലത്തൊക്കെ ഭയങ്കര മനുഷ്യത്വം കാണിക്കും, ചില സ്ഥലത്ത് വരുമ്പോൾ ഇത് സെലക്റ്റീവ് നന്മയെന്നല്ല. അത് എന്തേലും ഇപ്പൊ ഒരു അടി പാത്രി അല്ലെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പിന്നെ നന്മ. ഇപ്പൊ അത് ഇച്ചിരി എന്തൊക്കെയോ കാണിച്ചൊന്ന് ആളായി നിൽക്കുമ്പോ ആര് വന്നാലും ചിലപ്പോ ഓടിക്കും. അതാണ് സീൻ. നമ്മള് ഈ പറയുമ്പോ ചിലപ്പോ കേട്ടിട്ടില്ലേ, എന്തെങ്കിലും ഒരു പറ്റി എന്തോ പ്രശ്നത്തിൽപ്പെട്ടു, പിന്നെ അങ്ങ് നന്മയാണ്. പിന്നെ അടുത്ത ദിവസം പിന്നെ അങ്ങ് ചാരിറ്റി ഇവിടെ. നന്മയോട് നന്മ. ഇത് ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തിനോ വന്നത്, എന്തിനാ ഇവരൊക്കെ ഇറങ്ങി ഇവിടെ ഇരിക്കുന്നത്? ഇയാൾക്കൊന്നും വേറെ പണിയൊന്നുമില്ല. ഇവരൊക്കെ MP ആന്ന് പറഞ്ഞിട്ട് ഈ അമ്പലത്തിന്റെ ഇവിടെ വന്നെങ്ങനെ ഇരിക്കാൻ പറ്റും? ഒരു പണിയൊന്നുമില്ലേ? എനിക്കറിയത്തില്ല. ദേജിയൊക്കെ കൂടെ വട്ടം കൂടിയിരുന്ന ആരാണ്ടൊക്കെ വിളിച്ചു വെച്ചിട്ട് എന്താണ്ടൊക്കെ കാണിക്കുന്നു കിടന്ന്. ദേജിക്കൊരു പണിയൊന്നുമില്ല. അത് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഒരു MP-ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ? ഇങ്ങനെ വന്നിരുന്ന ഇത്തിരി പോട്ടത്തിലൊക്കെ MP എങ്ങനെയാന്ന് ഇങ്ങനെ വന്നിരിക്കും. സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റും അല്ലേ? സുരേഷ് ഗോപി പറ്റും. സുരേഷ് ഗോപിയാ വന്നത് അവിടെ. സുരേഷ് ഗോപിയെ വരുന്നുള്ളൂ. MP എവിടാന്ന് അറിയത്തില്ല. MP ഇല്ല. MP ഇല്ല. അപ്പൊ ഇത് സുരേഷ് ഗോപിയാ വരാ. സുരേഷ് ഗോപി വിചാരിച്ചേക്കുന്നത് സുരേഷ് ഗോപിയെ
എല്ലാരും കൂടി അങ്ങ് എടുത്ത് തന്നു, തൃശ്ശൂർ മേടിച്ചെടുത്തു തന്നെ എടുക്കും. അതങ്ങനെയാണ്ട് തോന്നിയെന്ന് തോന്നുന്നു പുള്ളിക്ക്. ഞാൻ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇങ്ങനല്ലേ അല്ലേ? സുരേഷ് ഗോപി ഇങ്ങനെയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. ആദ്യം എനിക്കും വലിയ ഇങ്ങനെ തോന്നിയില്ലല്ലോ. ബാലയുടെ കാര്യം പറഞ്ഞ പോലെ ഇയാള് മറ്റേ ചില ഇന്റർവ്യൂസിലൊക്കെ വന്നിരുന്നിട്ട് ഇയാളുടെ മോള് മരിച്ചു ഒരു സാധനം പറയും. അപ്പൊ ഇയാള് ഭയങ്കര വിഷമിച്ചൊക്കെ പറയുന്നുണ്ടപ്പോ ഞാനോട് അയ്യോടാ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അയാൾക്ക് അത് അങ്ങനെ ഹേർട്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ കുറെ സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര എംപതറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇത് നേരെ ഓപ്പോസിറ്റ്. ഇയാളൊരു നാസിസ്റ്റ് പോലെ ബിഹേവ് ചെയ്യുന്നത്. ആൾക്കാരൊക്കെ ഓടിച്ചുവിടുക, പൊക്കോളാൻ പറയാ, നോക്കാതിരിക്കുക, അങ്ങോട്ട് നോക്കാതിരിക്കുക. ഒരാളൊക്കെ വന്ന് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ അങ്ങോട്ട് നോക്കത്തില്ല. അങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്തായാലും ഒരു മര്യാദയൊക്കെ ഇല്ല. മനുഷ്യരല്ലേ വന്ന് നിൽക്കണത്? അതെന്താ അത് മനസ്സിലാവാത്തത്? എന്താ മനസ്സിലാവാത്തതെന്നറിയാം? അത് ഇയാൾക്കത് മനുഷ്യനായിട്ടല്ല മനസ്സിലാവുക, വേറെ ജാതിയായിട്ടാ മനസ്സിലാവുക. അതാ പ്രശ്നം. അതതിനകത്ത് പ്രശ്നം. ഇതൊരു വലിയ ശരിയായി, അത് പ്രശ്നമാണ്. സുരേഷ് ജി അത് വളരെ മോശമായി. ഞാനും ചാണകവും നീയും ചാണകം. ഞാൻ സുരേഷ് ജിക്ക് ഒരു അഡ്വൈസ് തരാം. എനിക്ക് സുരേഷ് ജിയുടെ അത്ര പ്രായമൊന്നുമില്ല, പക്ഷെ എനിക്ക് അഡ്വൈസ് തരാൻ വേണ്ടി പ്രായം നോക്കണ്ട കേട്ടോ സുരേഷ് ജി. അതായത് നമ്മള് ഈ മനുഷ്യരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് ആളുകൾക്ക് കാണാൻ ഇഷ്ടം, അല്ലാതെ ഇങ്ങനെ കാണിക്കുന്നതല്ല. നമ്മൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ശോഭിക്കാന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഇതൊക്കെ കാണിച്ചിട്ട് വോട്ട് കിട്ടി അവിടെ MP ആകാൻ പറ്റിയെങ്കിൽ അല്ലല്ല, ഇതിന് മുമ്പ് ഇലക്ഷന് മുമ്പ് ഈ സാധനം കാണിച്ചിട്ടില്ല. അന്ന് എത്ര നാളായിട്ട് ഇത് തന്നെ കാണിക്കുന്നത്? ഇലക്ഷന് മുമ്പാണോ? ഇലക്ഷന് മുമ്പ് ഐ മീൻ പുള്ളി MP ആകുന്നതിന് മുമ്പ് ഇത്തരമായിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഏത് ഈ സൈസ് പരാതിയായിട്ട് ആരും വരുന്നില്ലല്ലോ. MP ആയി കഴിയുമ്പോഴല്ലേ പരാതി വരുന്നുള്ളൂ. അതിനു മുമ്പ് കാണിച്ചല്ലോ മറ്റേ ആളാവാൻ വരരുത് എന്തെല്ലാം. അത് വേറെ ഷോ, അത് വേറെ തരം. ഇതല്ലല്ലോ, ഇത് വേറെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരുന്നു കൊണ്ട് ഒരു ഉത്തരവാദിത്തം എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ തന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്ന എന്തോ കാര്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തു നിന്ന് ഇറങ്ങി അൺഒഫീഷ്യലായിട്ടുള്ള ഏതോ, അതുമല്ല ഒട്ടും ഒരു എന്താ പറയുക, ഇങ്ങനൊരു സാധനം ചെയ്യാൻ കൊള്ളാത്തൊരു സ്ഥലത്ത്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇയാൾ പറമ്പിരുന്ന് തൂർന്ന പോലെ ഒരു സാധനം കാണിക്കാൻ വന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തോരം വെളിവുണ്ടാകുമെന്ന് ആലോചിക്ക്. ഇനി ഇയാളെങ്ങാനും വല്ല ഡോക്ടറോ വല്ലതും ആണെന്നാല്, ഇയാൾ വല്ല ഡോക്ടറോ വല്ലതും ആണെങ്കിൽ, ഡോക്ടറൊന്നും ആകത്തില്ല, എന്നാൽ അങ്ങനെ ഒരു ഡോക്ടർ ചെയ്യുക. ഡോക്ടർ ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് കലിങ്കയിലിട്ടൊക്കെ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? അത്രയും ഒരു വ്യത്യാസം ഇതിനുണ്ട്. അപ്പോൾ ശരിയാന്നൊരു കോൾ വരുന്നത് വളരെ അത്യാവശ്യമായിട്ട്.